എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിയ ഷൈൻ, എഴുത്തുകാരിയും സംവിധായികയുമാണ്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് നിൽക്കുന്നത്. ഞാൻ രചനയും സംവിധാനവും നിർവഹിച്ച 70 വർക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 71ാമത്തെ വർക്ക് ക്യാൻസർ എന്ന് പറയുന്ന എൻ്റെ തന്നെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ഡോക്യുമെൻ്ററി ഫിലിം അടുത്ത മാസത്തോടു കൂടി അത് റിലീസ് ചെയ്യും. 72ാമത്തെ വർക്കിൻ്റെ എഡിറ്റിംഗാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 73ാമത്തെ വർക്ക് പൂണൂലിൽ പൂത്ത നീർമാതളപ്പൂവ്, 74ാമത്തെ വർക്ക് ശ്രീ പൂർണ്ണത്രയീശൻ, 75ാമത്തെ വർക്ക് പൊട്ടൻ എന്ന് പറയുന്ന ഷോർട്ട് മൂവി. ഇങ്ങനെ ഓരോ വർക്കുകളും ഞാനിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന കുറച്ച് കലാകാരുണ്ട്. അത് ചില എഡിറ്ററൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്ത് തരും. ചില ക്യാമറമാന്മാരൊക്കെ എനിക്ക് ക്യാമറ ഫ്രീ ആയിട്ട് ചെയ്തു തരും. പക്ഷേ അവർക്കൊക്കെ ഞാൻ ചെറിയൊരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഓരോരുത്തർക്കും പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഏറ്റവും അധികം നന്ദി പറയേണ്ടത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കലാകാരുണ്ട്. ഭ്രാന്തി എന്നൊക്കെ വിളിച്ച് എന്നെ തളർത്തുന്ന ഒരുപാട് കലാകാരും ഉണ്ട്, കലാകാരല്ലാത്തവരും ഉണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം കലയാണ് എൻ്റെ ഭ്രാന്ത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഒന്നിനും പ്രതികരിക്കാതെ ഒറ്റയ്ക്ക് എൻ്റെ പ്രയാണം തുടരുന്ന ഒരു വ്യക്തിയാണ്. റെസ്റ്റ് ഇല്ലാതെ ഇരുന്ന് രാത്രി ഒരുപാട് നേരം ഇരുന്ന് എഴുതും. പകൽ നല്ലതുപോലെ അടുക്കള ജോലിയുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ കലയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്. വയ്യാത്ത ഒരമ്മയുണ്ട്, ഭർത്താവുണ്ട്, മകനുണ്ട്. അവർക്കൊക്കെ യഥാവിധി ഇഷ്ടത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇതുവരെ ഒരു ജോലിക്കാരിയെ വെച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ ക്യാൻസറിൽ നിന്ന് എന്താ പറയുക ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, മുടിയൊക്കെ കീമോ ഒക്കെ എടുത്ത് മുടി പോയി മൊട്ടത്തലയായിട്ടിരിക്കുന്ന അവസരത്തിൽ പോലും ഞാൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വെയിൽ കൊണ്ട് തലയൊക്കെ പൊള്ളി പഴുത്ത ഒരു സംഭവം. ഡോക്ടർ പക്ഷേ എന്നെ ട്രീറ്റ് ചെയ്ത ചിത്രധാര ഡോക്ടറാണ് എനിക്ക് പ്രചോദനം നൽകിയത്. പ്രിയക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് മാസ്ക് ഒന്നും വെക്കാതെ വളരെ കോൺഫിഡൻറ്റോടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ തളർത്താൻ ശ്രമിച്ചവരോടാണ് എനിക്ക് ഏറ്റവും അധികം നന്ദിയുള്ളത്. കാരണം നിങ്ങളാണ് എൻ്റെ എന്താ പറയുക വിജയത്തിൻ്റെ പുറകിൽ. ആരോടും വ്യക്തിവൈരാഗ്യങ്ങളോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്നെ മുറിപ്പെടുത്തിയ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു കോണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മറ്റൊന്നിനുമല്ല, ആ നോവൊരു സുഖമാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഒരു 100 വർക്ക് ചെയ്ത് റിലീസ് ചെയ്യണം എന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 വർഷമൊക്കെ ആയ ഒരു വർക്ക് ഇറങ്ങാതെ ഇരിക്കുന്നതാണ് ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത് എന്താ പറയുക, അതിൻ്റെ സമയം വന്നത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ക്യാൻസർ എന്ന് പറയുന്ന ആ ഡോക്യുമെൻ്ററി ഫിലിമും ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ അതിൻ്റെ പുറകെ ആയിരുന്നു. ചികിത്സയുടെ ഓരോ ഘട്ടങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രാവിലെ കീമോ എടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് ഷൂട്ടിന് നിന്ന് തളർന്നു വീണ ഇതൊക്കെ ആ ഒരു നിമിഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഞാൻ എന്താ പറയുക, എല്ലാം ഈശ്വരൻ്റെ ഒരു കാരുണ്യമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ.